എന്താ പറയുക, എന്തൊക്കെ കേട്ടുകേഴ്വികളാണ് സഭയിൽ. അല്ല, പച്ചയ്ക്ക് പറഞ്ഞാൽ എന്തെല്ലാം കിംവദന്തികളാണ്. മാർപ്പാപ്പ അസാധാരണ കൺസിസ്റ്ററി വിളിച്ചു കൂട്ടുന്നു, എന്തോ ഉടനെ സംഭവിക്കാൻ പോകുന്നു, കോൺക്ലേവ് വരുന്നു, എല്ലാം ഒരു വിധത്തിൽ കൺഫ്യൂഷനാണ്. ഈ സമയത്ത് ചില കാര്യങ്ങളിൽ കൃത്യത വരുത്താമെന്ന് തോന്നുന്നു. എല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും താല്പര്യം ഉണ്ടാവണമെന്നില്ല. ചിലർക്ക് ചില കാര്യങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ അറിയണമെന്നുണ്ടാവും. അതുകൊണ്ട് ചില കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കാമെന്ന് ഞാൻ കരുതുകയാണ്. എന്താണ് കൺസിസ്റ്ററി, എന്താണ് കോൺക്ലേവ്, അതൊക്കെ ഒന്ന് കുറച്ചുകൂടി വ്യക്തമാക്കാം. ഫെബ്രുവരി 25-ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പുതിയ കൺസിസ്റ്ററി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു. അതെന്നാണ് നടത്താൻ പോകുന്നതെന്ന് നമുക്കറിയില്ല, അതിലെന്ത് സംഭവിക്കുമെന്നും അറിയില്ല. ഇങ്ങനെയൊക്കെ ഒരു വാർത്ത കേൾക്കുമ്പോൾ സാധാരണ മനുഷ്യർക്ക് എന്താണ് കൺസിസ്റ്ററി, എന്താണ് കോൺക്ലേവ് എല്ലാം ഒരുപക്ഷെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം. അതിനെക്കുറിച്ച് അല്പം അത്യാവശ്യ കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഈ വാർത്ത. വത്തിക്കാനിലെ കൺസിസ്റ്ററി എന്നാൽ കർദിനാൾമാരുടെ സംഘത്തിൻ്റെ ഔദ്യോഗിക സമ്മേളനം എന്നാണ് അർത്ഥം. ഈ വാക്ക് കൺസിസ്റ്ററി വരുന്നത് കൺസിസ്റ്റേറ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്. സ്റ്റാൻഡ് ടുഗദർ, ഒന്നിച്ച് നിൽക്കുക എന്നാണ് ഇതിനർത്ഥം. കർദിനാൾമാർ ഒന്നിച്ച് കൂടുന്നു എന്ന അർത്ഥത്തിൽ, ഒന്നിച്ച് നിന്ന് കാര്യങ്ങൾ നടത്തുന്ന സമ്മേളനം എന്ന അർത്ഥത്തിലാണ് കൺസിസ്റ്ററി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. രണ്ട് തരം കൺസിസ്റ്ററികളുണ്ട്. ഒന്ന് സാധാരണ കൺസിസ്റ്ററി, മറ്റൊന്ന് അസാധാരണ കൺസിസ്റ്ററി, ഓർഡിനറി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി. രണ്ടും വിളിച്ചു കൂട്ടുന്നത് നിലവിലുള്ള മാർപ്പാപ്പയാണ്. സാധാരണ കൺസിസ്റ്ററി വിളിച്ചു കൂട്ടുമ്പോൾ അത് പുതിയ കർദിനാൾമാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ എക്സ്ട്രാ ഓർഡിനറി കൺസിസ്റ്ററി വിളിച്ചു കൂട്ടപ്പെടുന്നത് അസാധാരണ സംഭവങ്ങളുടെ മേലെ സഭയുടെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ റെസിഗ്നേഷൻ സമർപ്പിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും. എന്നാൽ ഈ കൺസിസ്റ്ററി നാം അറിയുന്നിടത്തോളം ഏതാനും പേരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിനുള്ള അന്തിമ ചർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഈ ചിന്തയ്ക്ക് ആക്കം കൂട്ടാൻ കാരണം, അതായത് പാപ്പ രാജിവെക്കുന്നു എന്ന ചിന്തയ്ക്ക് ആക്കം കൂട്ടാൻ കാരണം, ബെനഡിക്ട് മാർപ്പാപ്പ ഏറ്റവും ഒടുവിൽ വിളിച്ചു കൂട്ടിയ കൺസിസ്റ്ററിയിലാണ് അദ്ദേഹത്തിൻ്റെ രാജി സമർപ്പിച്ചത്. തൻ്റെ ആരോഗ്യം അപകടാവസ്ഥയിലായിരിക്കുന്ന ഈ സമയത്ത് സഭയ്ക്കൊരു കോട്ടവും ഭാരവും വരാതിരിക്കാൻ മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്യുമെന്ന് കരുതുന്ന 10,000-കണക്കിന് ആളുകളാണ് ലോകത്തുള്ളത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതുവരെ 10 കൺസിസ്റ്ററികൾ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അതിൽ 10ാമത്തെ കൺസിസ്റ്ററി കഴിഞ്ഞ ഡിസംബർ 7-നായിരുന്നു. അന്നായിരുന്നു 16 രാജ്യങ്ങളിൽ നിന്ന് 21 കർദിനാൾമാരെ തിരഞ്ഞെടുത്തത്. അപ്പോൾ എന്താണ് കോൺക്ലേവ്? കോൺക്ലേവും കൺസിസ്റ്ററിയും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. കൺസിസ്റ്ററി വിളിച്ചു കൂട്ടുന്നത് അധികാരത്തിലിരിക്കുന്ന മാർപ്പാപ്പയാണെങ്കിൽ കോൺക്ലേവ് വിളിച്ചു കൂട്ടുന്നത് ക്യാമലിംഗോയാണ്. ഒന്നുകിൽ മാർപ്പാപ്പയുടെ മരണശേഷം അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ സ്ഥാനത്യാഗത്തിന് ശേഷം വിളിച്ചു കൂട്ടുന്നതാണ് കോൺക്ലേവ്. കോൺക്ലേവ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കർദിനാൾമാരുടെ സമ്മേളനമാണ്. കോൺക്ലേവ് എന്ന ലാറ്റിൻ പദം ഇംഗ്ലീഷിലേക്ക് വിത്ത് കീ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. സത്യത്തിൽ ഈ വാക്ക് ഇങ്ങനെയാണ് വരുന്നത്: കോൺക്ലേവിസ്. ക്ലേവിസ് എന്ന് പറഞ്ഞാൽ താക്കോൽ എന്നാണ് അർത്ഥം. വിത്ത് കീ, താക്കോലോടെ എന്നൊക്കെയാണ് ഇതിനർത്ഥം. എന്ന് വെച്ചാൽ ഒരു പൂട്ടിയിട്ട മുറി, ലോക്കബിൾ റൂം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഈ പദം ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് അതീവ രഹസ്യമായി കർദിനാൾമാർ പൂട്ടിയിട്ട മുറിയിൽ കൂടുന്ന ഗൗരവകരമായ മീറ്റിങ്ങിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമുക്കിതിനകം തന്നെ അറിയാവുന്ന കാര്യമാണ്, ഈ രഹസ്യ മീറ്റിങ്ങിൻ്റെ റിസൾട്ട് പുകയിലൂടെ മാത്രമാണ് പുറംലോകം തിരിച്ചറിയുന്നത്. മാർപ്പാപ്പയ്ക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായെങ്കിൽ വെള്ളപ്പുകയും, ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രൊസീജിയറിൽ തടസ്സം നേരിടുമ്പോൾ കറുത്ത പുകയും വത്തിക്കാനിലെ ഗോപുരത്തിൽ നിന്ന് കോൺക്ലേവ് ഹാളിൻ്റെ പുകക്കുഴലിലൂടെ പുറത്തു വരികയാണ് പതിവ്. അപ്പോൾ ഒരിക്കൽ കൂടി സഭയിൽ കറുത്ത പുകയും വെളുത്ത പുകയും ചർച്ചയാകുന്നു. നമുക്ക് വെളുത്ത മനസ്സോടെ സഭാകാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിക്കാം, ചർച്ച ചെയ്യാം. ദൈവകൃപയാൽ മുന്നേറാം. ദൈവത്തിന് സ്തുതി.